ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നുവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറിന് ശേഷം ഉഴുന്ന് നന്നായിട്ട് കഴുകി ഉഴുന്നിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. എൻ്റെ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആയി കിട്ടണം, തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടോ അല്ല നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ ആയാലും മതി. ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സവാള, 1 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചതിലേക്ക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 മുളക് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കൂടി പോകരുത്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളെ കൈ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇനി മാവിൽ നിന്ന് കുറച്ച് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്ന് നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഉഴുന്നുവട. ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കൈ നന്നായിട്ട് നനച്ച് കുറച്ച് മാവെടുത്ത് നമ്മളിങ്ങനെ കയ്യിലിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഉഴുന്നുവട ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി കൊടുത്താൽ ഉഴുന്നുവട ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടില്ല. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉഴുന്നുവടയുടെ കളറൊന്ന് മാറി വന്നാൽ നമുക്ക് ഉഴുന്നുവട എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി അടുത്ത ഉഴുന്നുവടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉഴുന്നുവട കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഉഴുന്നുവടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ചേർക്കുന്ന ഉഴുന്നുവടയ്ക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. പിന്നീട് ഓരോന്നായി ചേർത്ത് കൊടുക്കുമ്പോഴും ശരിയായിക്കോളും. ഇനി അങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നന്നായി നനച്ചതിന് ശേഷം കുറച്ച് മാവ് നമ്മൾ കയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാ ഉഴുന്നുവടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.